ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ചാനൽ ഒരു ക്രിസ്ത്യൻ ചാനലാണ്. വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ധൈര്യത്തിനും അവരുടെ വിശ്വാസത്തിലുള്ള വർധനവിനും കപട വേഷധാരികളായ ശുശ്രൂഷകന്മാരെയും അപ്പോസ്തലന്മാരെന്ന് പേര് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നവരെയും കള്ളപ്രവാചകന്മാരെയെല്ലാം തുറന്നു കാണിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണ് ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സദൃശവാക്യങ്ങൾ 29-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. മാനുഷ്യ ഭയം ഒരു കെണിയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനുഷ്യനെക്കുറിച്ചുള്ള ഭയം അതൊരു വലിയ ഒരു വല പോലെയാണ്, ഒരു കെണിയാണ്. അത് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനും രക്ഷ പ്രാപിക്കും. ഇന്നത്തെ ദിവസം നാം സോഷ്യൽ മീഡിയ വഴി അധികവും കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊടും ക്രിമിനലായിരുന്ന, കൊടും കുറ്റവാളിയായിരുന്ന ചെന്താമരയെ തെളിവെടുപ്പിനായിട്ട് താൻ വെട്ടിക്കൊന്ന 2 പേരുടെ ആ ഏരിയകളിൽ കൊണ്ടുവരികയുണ്ടായി. അവിടെ ചെന്താമരയെ വലിയ പോലീസ് സംരക്ഷണത്തിലാണ് പോലീസുകാരവരെ കൊണ്ടുവന്നത്. പോലീസുകാരവരെ കൊണ്ടുവന്നിരുന്നപ്പോൾ ചെന്താമര കൊല്ലുവാൻ ഉന്നം വെച്ചിരുന്ന ഒരാളാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു സഹോദരി. അവർ ഒരു വിശ്വാസിയായിരുന്നു. ആ പുഷ്പയെയും പോലീസുകാരെ വിളിപ്പിച്ചു. പുഷ്പ കൊടുത്ത പരാതിക്കൊന്നും പോലീസ് ഒരു വിലയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇവരെ വിളിപ്പിച്ചുവെങ്കിലും അവിടെ വെച്ച് ചെന്താമര രൂക്ഷമായിട്ട് പുഷ്പയെ നോക്കിയെന്ന് പുഷ്പ എന്ന് പറയുന്ന സഹോദരി പറയുകയുണ്ടായി. വാർത്താ ചാനലുകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിശ്വാസിയായിരിക്കുന്ന ആ സഹോദരി ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, കാരണം എന്നെ ഭയം പിന്തുടർന്ന് പിടിക്കുന്നു. അവൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എന്നെ കൊല്ലും. അവൻ മരിക്കാതെ എനിക്ക് ഇനിയൊരു ഭയം മാറുകയില്ല എന്ന് അവർ പറയുകയുണ്ടായി. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ചില നോട്ടങ്ങൾ, ചില ആക്ഷനുകൾ, ചില സംസാരങ്ങൾ. അതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം സാധ്യതയുള്ളതാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ഏലിയാ പ്രവാചകൻ. ആ ഏലിയാ പ്രവാചകൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഭയന്നുപോയി. ഏലിയാവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നാണ്. നമ്മളും ചില ആളുകളുടെ, ചില വ്യക്തികളുടെ സംസാരങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളും ഭയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നാം തീർച്ചയായിട്ടും രക്ഷപ്പെടും. ദൈവം നമ്മളെ അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കയ്യിലൊന്നും ഏൽപ്പിച്ച് കൊടുക്കുകയില്ല. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വാഗ്ദാനവുമാണ്. അതുകൊണ്ടാണ് ദൈവം, നമ്മുടെ കർത്താവ് നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് വിശ്വാസമായിട്ട് പരിണമിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന അന്ന് മുതൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു കരുതലുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. യിരെമ്യാവിനെ വിളിച്ചതുപോലെ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടിരുന്നു, നിന്നെ വിളിച്ചു എന്ന് പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ കാണുകയും എന്നെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരുന്നു. ധാരാളം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സഭയിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, സ്വന്തം കുടുംബത്തിൽ നിന്നുമെല്ലാം വളരെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആ പ്രപഞ്ചത്തെ എന്നോട് ചേർത്ത് നിർത്തുകയും എനിക്ക് ധൈര്യം തരികയും ചെയ്ത അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ, ഈ ചാനൽ വിശ്വാസികളെ അധികം ഉദ്ദേശിച്ചിട്ടാണ് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ള ജാതികൾ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതും ഈ ചാനലിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവർ കരസ്ഥമാക്കണമെന്നും അങ്ങനെ അവർ ഈ ഭൂമിയിൽ വെച്ച് ജീവരക്ഷ പ്രാപിക്കുവാനും ഈ ഭൂമിയിൽ അവർക്ക് പിശാചൊരുക്കിയിരിക്കുന്ന കെണികളെയും തന്ത്രങ്ങളെയും ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ വചനങ്ങളിലൂടെ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സ്വീകരിക്കണമെന്നുള്ളത് എല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. ഇവിടെ ധൈര്യം ക്ഷയിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വളരെ ഒരു 6-7 വർഷക്കാലം ഒരു വലിയ ഒരു ചതിയിൽപ്പെട്ടിട്ട്, ഒരു വഞ്ചനയിൽപ്പെട്ടിട്ട് വലിയ കടബാധ്യതയിലൂടെ ഒരു 7-7.5 വർഷം ഞാൻ കടന്നു പോവുകയുണ്ടായി. വളരെ ഒരു എന്താ പറയുന്നത്,
നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു കുടുംബജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില ചതികളിലകപ്പെട്ട് ഞാൻ ഒരു ചതിയിലകപ്പെടുകയും അങ്ങനെ വലിയൊരു കടബാധ്യതയിലേക്കെല്ലാം പോവുകയും ചെയ്തു. എന്നാൽ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു കൃപയും എന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയുമായിരുന്നു. ആ കടബാധ്യതയുടെ സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഏകദേശം 24-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് ആരുമില്ല എന്നും ഞാനൊരു അന്യനാട്ടിലാണ് താമസിക്കുന്നതെന്നും എൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ എന്നെ സഹായത്തിനായിട്ട് ആരുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് അവനൊരു സമയം വെച്ചു. ഇന്ന് 5 മണിക്കുള്ളിൽ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എനിക്ക് അവനൊരു സമയം വെച്ചു. വാസ്തവത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു നീതികേടോ ഒരു അന്യായമോ ഉണ്ടായിട്ടില്ല. നീതികേടും അന്യായവും കാണിച്ചത് അവൻ തന്നെയാണ്. എന്നാലും എനിക്ക് ആരുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ എൻ്റെ നേരെ ഒരു വഴക്കിനായിട്ടും ഒരു പ്രശ്നത്തിനായിട്ടും വന്നത്. ഞാൻ ഈ കാര്യം അവൻ്റെ പിതാവിനോട് വളരെ സ്നേഹത്തിൽ സംസാരിച്ചു. ഞാൻ കുറ്റക്കാരനല്ല, നിങ്ങളാണ് കുറ്റക്കാർ, എന്നിട്ട് നിങ്ങൾ എൻ്റെ നേരെ പ്രകോപനത്തിന് വരികയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അയാളും എന്നെ അടിക്കുവാനായിട്ട് കൈയോങ്ങി. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ അടിച്ചൊന്നുമില്ല, എന്നാൽ എൻ്റെ നേരെ ആ പിതാവ് അടിക്കുവാനായിട്ട് കൈയോങ്ങി. ഈ മകൻ 5 മണിക്ക് സമയം കുറിച്ചിട്ട് അവൻ പോവുകയുണ്ടായി. ഞാൻ വളരെ ഭയപ്പെട്ടു പോയ ഒരു ദിവസമായിരുന്നു അത്. കാരണം എനിക്ക് എന്നെ സഹായത്തിനായിട്ട് അവിടെ ഒരു സഭക്കാർ പോലുമില്ല, എല്ലാവരും എനിക്കെതിരായിരുന്നു. ഞാൻ ഈ കുറച്ചെങ്കിലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അന്നും ഇന്നും എനിക്ക് സഭക്കാരെല്ലാം എതിരാണ്. കാരണം സഭയിലെല്ലാ ആളുകൾക്ക് വേണ്ടത് ഒത്തുതീർപ്പുകാരും മതഭക്തരും അങ്ങനെയുള്ള ആളുകളെയാണ് സഭയ്ക്ക് ആവശ്യമുള്ളത്. എന്നാൽ സത്യസന്ധരും വിശ്വസ്തരുമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഒന്നും സഭയ്ക്ക് ആവശ്യമില്ല. അവരെല്ലാം തള്ളപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയി. വളരെ ഞാൻ അന്ന് ഭയന്നു. എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു. എനിക്ക് രാത്രി പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ചില നെടുവീർപ്പുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഒരു കണക്കിന് ഞാൻ അന്ന് നേരം വിളിപ്പിച്ചു. 5 മണിക്ക് അവൻ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും അവൻ വന്നില്ല. നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് 5 മണിക്ക് സമയം കുറിച്ച ആ ചെറുപ്പക്കാരൻ 5 മണിക്ക് തന്നെ കറണ്ട് അടിച്ച് മരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ്റെ ഒരു പൈതലിനെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ്. ഒരുത്തൻ്റെ കൺമണിയെ തൊട്ടാൽ, ദൈവത്തിൻ്റെ കൺമണിയെ തൊട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട നമ്മൾ സുരക്ഷിതരാണ്. കർത്താവ് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരാണെങ്കിലും, അത് എത്ര വലിയ ഗോലിയാത്താണെങ്കിലും ദൈവം അതിനെ താഴെ വീഴ്ത്തിക്കളയും. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇന്ന് ഈ പുഷ്പ എന്ന് പറയുന്ന സഹോദരി, ഞാൻ അവരുടെ പാസ്റ്റർ അവിടെ കാണുമെന്നെല്ലാം വിചാരിച്ച് സോഷ്യൽ മീഡിയ ഏറെക്കുറെ തിരഞ്ഞു നോക്കി, അവരെ കണ്ടില്ല. ആ പാസ്റ്റർ അവരെ ധൈര്യപ്പെടുത്തേണ്ടതായിരുന്നു, അവർക്ക് വചനം പറിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ പാസ്റ്ററെ അവിടെ കാണുന്നില്ല. മനുഷ്യഭയം ഒരു കെണിയാണ്, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. സഖര്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട, നിങ്ങളെ തൊട്ടാൽ മതി, നിങ്ങളെ നേരെ നോക്കിയാൽ മതി, നിങ്ങളെ ഭയപ്പെടുത്തി സംസാരിച്ചാൽ മതി, അവൻ്റെ കൺമണിയാണ് ദൈവം തൊടുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അമാല്യക്കർ അവരെ വിശന്നും തളർന്നും അവരുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ജനത്തെ, അമാല്യക്കരെ അവരൊരു ദോഷവും ചെയ്തില്ല. എന്നിട്ട് അവരുടെ പിന്നാലെ വന്ന് ആക്രമിച്ചപ്പോൾ ദൈവം അത് അവിടെ കുറിച്ചിട്ടു. ദൈവം അതവിടെ കുറിച്ചിട്ടിട്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതെല്ലാം ചെയ്യും. ദൈവം അവരെ ഉന്മൂലനാശമാക്കി കളഞ്ഞു. ദൈവം വാക്കുമാറാത്തൊരു ദൈവമാണ്, വിശ്വസ്തനായ ഒരു ദൈവമാണ്, കരുണയുള്ളവനായ ദൈവമാണ്. എന്നാൽ ഇത് നമുക്ക് വിശ്വാസമായിട്ട് പരിണമിക്കണം. നമ്മൾ ഈ വചനം കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഇസ്രായേൽ ജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. അവരുടെ നിലവിളി കേട്ടിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. മോശെ അയച്ച് ദൈവം അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നത്. അവരുടെ നിലവിളി കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവം കേട്ടു. ദൈവം ഇറങ്ങി വന്നു. ദൈവം മോശെ അയച്ചു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചിട്ടാണ് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നത്. അത് വിടുവിച്ചു കൊണ്ടുവരുന്ന രാത്രിയിൽ ഫറവോന്റെ വീട്ടിൽ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ വീട്ടിൽ വരെയും ഒരു വലിയ മരണമുണ്ടായി. ആ മരണമുണ്ടായി അവരുടെ ആദിജാതന്മാരെല്ലാം കുഴിച്ചിടുന്ന സമയത്താണ് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു കൊണ്ടുവരുന്നത്. ഇതെല്ലാം ജനം കണ്ടതാണ്. ദൈവത്തിൻ്റെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ആ ജനം കണ്ടതാണ്. അതിനുശേഷം അവർ മരുഭൂമിയിലൂടെ വരുമ്പോൾ ചെങ്കടലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ പിന്നാലെ മിസ്രൈമ്യർ പിന്തുടർന്ന് വരികയാണ് അവരെ പിടിക്കുവാനായിട്ട്. അപ്പോൾ ഇവർ കൂട്ടത്തോടെ നിലവിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട്. ചെങ്കടൽ 2ആയിട്ട് വിഭാഗിച്ചു. ചെങ്കടലിലൂടെ അവരെ മറുകര കടത്തി. അങ്ങനെ ചെയ്യുവാൻ നോക്കി മിസ്രൈമ്യർ ചെങ്കടലിൽ മുങ്ങി ചാവുകയും ചെയ്തു. ഇങ്ങനെ ദൈവത്തിൻ്റെ അനവധി അത്ഭുതങ്ങൾ അവർ കണ്ടു. എന്നാൽ അവരിൽ വിശ്വാസമായിട്ട് അതൊന്നും പരിണമിച്ചില്ല. അവർ 40 വർഷം അവരെ മരുഭൂമിയിൽ ദൈവം അലയുമാറാക്കി.
6 ലക്ഷം പേർക്ക് ദൈവം മന്ന കൊടുത്തു, അവർക്ക് തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരെ വഴി നടത്തി. അവർക്ക് ഒരു ദോഷവും തട്ടാതെ ദൈവം അവരെ പരിപാലിച്ചെങ്കിലും എപ്പോഴും അവർ പിറുപിറുക്കുന്ന ഒരു ജനമായിരുന്നു. അവർ മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് മത്തങ്ങ കിട്ടുമായിരുന്നു, കുമ്പളങ്ങ കിട്ടുമായിരുന്നു, ചുവന്നുള്ളി കിട്ടുമായിരുന്നു, വെള്ളുള്ളി കിട്ടുമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഈ കൊത്താമ്പലരി പോലെയുള്ള ഈ തേൻ ചേർത്ത ദോശയെ പോലെ സ്വാദുള്ള ഒരു മന്ന അല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവർ പിറുപിറുത്തു. ദൈവത്തിന് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇറച്ചി തരാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞ് പിറുപിറുത്തപ്പോൾ മോശയ്ക്കും അത് ഭയങ്കര അസഹിഷ്ണുതമായി. മോശയും ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ഇവരെ പ്രസവിച്ചിട്ടുണ്ടോ? ഇവരെല്ലാം നടത്തിക്കൊണ്ടുവരുവാൻ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇവർ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ദൈവം കൂടാരത്തിൻ്റെ ഒരു വശത്ത് തീ അയച്ചു. മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തീയെല്ലാം കെട്ടു. അതിനുശേഷം ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കൈ കുറുകിപ്പോയോ? എനിക്കിന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ലയോ? ഇവർ ഇറച്ചി ചോദിച്ചാൽ ഇറച്ചി കൊടുക്കാനായിട്ട് എനിക്ക് കഴിയില്ല, പക്ഷേ ഇവരുടെ പിറുപിറുപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവർ ഇറച്ചി എന്നോട് ചോദിച്ചാൽ ഞാൻ ഇറച്ചി കൊടുക്കും. ദൈവം ഒരു കാറ്റടിപ്പിച്ച് കടലിൽ നിന്ന് വലിയ കോടിക്കണക്കിന് കാടയെ അവരുടെ കൂടാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. 2 അടി ഉയരത്തിൽ കാട ഇങ്ങനെ പറന്നു വന്നു. ഇവരെ ഇഷ്ടംപോലെ അതിനെ പിടിച്ചെടുത്തു. ഏറ്റവും കുറഞ്ഞ അളവിൽ പിടിച്ചത് 10 പറയൊക്കെയാണ്. അങ്ങനെ കാട ഇറച്ചി തന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഇത് നിങ്ങളുടെ വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ മരണത്തിന് ഇരയായിട്ട് തീരുന്നു. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു പാവമാണ് പിറുപിറുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർത്തോണം, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മളെ കൈവിട്ട് കളയുകയില്ല. സഖരിയാവിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, നീ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവം തീമതിലായിട്ട് നിനക്ക് ചുറ്റും നിൽക്കും. നിനക്ക് ചുറ്റും ദൂതന്മാരെ അവൻ കാവലാക്കി വെച്ചിട്ടുണ്ട്. നീ പോകുമ്പോഴും വരുമ്പോഴും നിനക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. നിന്നെ പാളയം ഇറങ്ങി വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദൂതന്മാരെ കാവലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മറന്നിട്ടാണ് നീ സംസാരിക്കുന്നത്. നീ ദൈവത്തിനെതിരെ പിറുപിറുക്കല്ലേ? നിന്റെ ശത്രുവിനെ നീക്കിക്കളയാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം ആ സമയത്ത് കൃത്യമായിട്ട് നിന്റെ ശത്രുവിനെ നീക്കിക്കളയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം അവിശ്വാസികളായി തീരുവാനായിട്ട് പാടില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. അവരെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് വലിയ വാഗ്ദത്തങ്ങളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ കഷ്ടപ്പാടിൽ നിന്ന്, ഈ ദുരിതത്തിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തതുകൊണ്ട്, ദൈവത്തെ അവർ അവിശ്വസിച്ചതുകൊണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തതുകൊണ്ട് അത് അവർക്ക് ഉപകാരമായിട്ട് വന്നില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവവചനത്തെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ആരെല്ലാം നിനക്കെതിരായിട്ട് നിന്നാലും, നിന്റെ സഭയിലുള്ള സമൂഹം മുഴുവൻ നിനക്കെതിരായിട്ട് നിന്നാലും, നീ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ നീയാണ് ഭൂരിപക്ഷം. ദൈവം അനുകൂലമെങ്കിൽ ആരും പ്രതികൂലം. അതുകൊണ്ട് നീ ദൈവത്തോടൊപ്പം നിൽക്കുക, നീ ഭയപ്പെടണ്ട. നിനക്ക് ചുറ്റും ദൈവം ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. നിനക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുവാൻ ശക്തിയുള്ള ദൂതന്മാരുണ്ട്. അവർ നമുക്ക് കാവലായിട്ടുണ്ട്. നാം എന്തിന് ഭയപ്പെടണം? കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറയുന്നത്. അനേക എതിർപ്പുകൾ ഞാൻ നേരിടേണ്ടി വരുമ്പോൾ, അനേക പോരാട്ടങ്ങൾ എനിക്കെതിരെ വരുമ്പോൾ, പിശാചും മനുഷ്യരും എല്ലാം എൻ്റെ നേരെ നീങ്ങുമ്പോൾ എനിക്ക് കാവലായിട്ടുള്ളത് യേശുവാണ്. എന്നെ വിടുവിച്ചത് യേശുവാണ്. യേശു എനിക്ക് വേണ്ടി തീമതിലായിട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നു, ഞാൻ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ട് അവൻ തന്നെ വഴിക്കിട്ട് കളയുന്ന ഒരു ദൈവമല്ല. ആ സഹോദരി പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്നാലും അവരിൽ ആ വചനം പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല എന്ന് എനിക്ക് തോന്നി. അവരുടെ ഉള്ളിൽ ഭയമുണ്ട്, ഭയങ്കരമായ ഭയമുണ്ട്. മനുഷ്യ ഭയം ഒരു കെണിയാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടല്ലേ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അവന് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം മറ്റുള്ളവരെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തൊടുവാനായിട്ട് പിശാചിനോ മനുഷ്യനോ അധികാരമില്ല. നിന്റെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു, അതിലൊന്നും അവനറിയാതെ നിലത്ത് വീഴുകയില്ല. നീ എന്തിനു ഭയപ്പെടണം? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വചനങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് അത് മുഖാന്തരമായി തീരട്ടെ. നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ കയറി മുറുകെ പിടിക്കുക. നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇവനെപ്പോലൊരു ദൈവം വേറെ ഇല്ല. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തെ മുറുകെ പിടിക്കാം. കർത്താവിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, ഇന്ന് വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് ഉറപ്പ് കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ, ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യ ഭയത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭത്സിക്കുന്നു കർത്താവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ് കർത്താവ്. ദുഷ്ടന്റെ എല്ലാ നെഗറ്റീവ് തോട്ട്സുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ.
ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കണം കർത്താവ്. വചനം കേട്ട ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കട്ടെ കർത്താവേ. മനുഷ്യഭയം ഒരു കെണിയാണ് ഞങ്ങൾ വായിക്കുന്നത് കർത്താവേ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു മകനെ തൊടുന്നവൻ, ഒരു മകളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയാണ് തൊടുന്നത്. ആ ഒരു വിശ്വാസം, ഒരു ധൈര്യം അവർക്ക് കൊടുക്കണമേ കർത്താവേ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ കൈക്ക് നീ പിടിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അന്ത്യത്തോളം ഞങ്ങൾ നടത്തുവാൻ തക്കൊണ്ട് മതിയായ ഒരു ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാത്ത, എല്ലാ മനുഷ്യൻ ഞങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഞങ്ങൾക്ക് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ കേൾക്കി തരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.